ഹലോ ഗൈസ്, ഒരു BR റാങ്ക്ഡ് മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറിയപ്പോഴേക്കും 49 അലൈവൊക്കെ ഉണ്ട്. എങ്ങനെയായാലും ബുഗി അടിക്കണമെന്നാണ് ഒരു ഇത്. നമ്മൾ സ്കോഡായിട്ട് പോയ സമയത്ത് നമ്മുടെ ടീമേറ്റിന് ഒരുത്തൻ അടിച്ചിട്ടുണ്ട്. അവനെ 794 വെച്ചൊന്നും കൊടുക്കണമെന്നാണ് പോകുന്നത്. അവന് കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. നേരെ ഇപ്പോൾ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടാകും, നിങ്ങൾ ക്ഷമിക്കുക. നേരെ നോക്കിയപ്പോൾ അവൻ നിൽക്കുന്ന ഒരു നല്ലൊരു ഹെഡ് കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. കില്ലങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഇമാരെങ്ങനെ ഇപ്പോഴേക്കും മേളിൽ നിന്ന് ഒരുത്തൻ തന്നെ അടിച്ചു ഗൈസ്. അവനെ പിള്ളേർ നോക്കിക്കോളെന്നാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും അതുകൊണ്ട് അവനെ കാണാൻ പറ്റുന്നു. സ്കോപ്പിട്ട് അവനെ അടിക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴേക്കും അവനെ നോക്കാക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് പുറകിൽ നിന്ന് ഒരുത്തൻ തന്നെ വന്ന് അടിച്ച്. ഞാൻ അത് കണ്ടില്ല. എന്തായാലും നമ്മൾ പിള്ളേരെന്തായാലും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുത്തനെ സ്പോട്ട് ചെയ്തതിന് അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയ സമയത്ത് നമ്മുടെ ടീമേറ്റിൽ എല്ലാം ചത്തിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹീറോയിസം കാണിക്കാതെ നോക്കുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചത് എന്തായാലും നോക്കാം, എന്തായാലും നമ്മൾ പവർ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് തിരിച്ചൊന്നും കൂടെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും മേളിൽ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. അവന്മാർ നല്ലപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അപ്പോൾ നമ്മുടെ ലൂട്ട് ടീമേറ്റിന് അപ്പോൾ നൈസൊരു അടിയും കൊടുത്തിട്ട് ഈ ബൈസിന് ആമോയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ആമോയോ അതാണ്ട് വെക്ടർ കിടപ്പുണ്ട് കേസ്. വെക്ടർ എടുത്തിട്ട് അവന് നല്ല കീച്ചാണെന്ന് വിചാരിക്കുന്നത്. നേരെ വരുന്നപ്പോഴേക്കും അവൻ കയറി വന്നു. നല്ലൊരെണ്ണം കൊടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ട്. കില്ല് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ പിള്ളേരെ അങ്ങ് പൊക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ബാക്കിൽ നിന്ന് ഒരുത്തൻ തന്നെ അടിച്ചായിരുന്നു. അതൊന്നും ഇതിനകത്തില്ല, കട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ആയതുകൊണ്ട് ബാക്കിൽ നിന്ന് തന്നെ ഒരു അടിച്ച് രണ്ടവന്മാരുണ്ട്. നമ്മൾ മെഡൊക്കെ അടിച്ചിട്ട് നേരെ കയറി വന്നിട്ട് ഈ M60 വെച്ചിട്ട് അവനൊരു നല്ലൊരു ഹെഡ് കൊടുത്ത് 151 ഹെഡ് കൊടുത്ത് അവനെ നോക്കാക്കിയിട്ട് അവൻ്റെ ടീംമേറ്റിന് നേരെ അവൻ അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ നേരെ കയറിയപ്പോൾ ഒരു ഉക്കോങ്ങിൻ്റെ ഇത് കണ്ട്. അപ്പോൾ ഇത് വെച്ച് ഉക്കോങ്ങിൻ്റെ ഹെഡ് കൊടുക്കാൻ നോക്കി അവൻ നോക്കാക്കി വിട്ട് രണ്ടാമന്മാരെ നോക്കാക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സോണിലോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ നേരെ പീക്കൊക്കെ വെച്ച് പിടിക്കാനാണ് നോക്കുന്നത്. പീക്കിലോട്ട് പോയി റിവ്യൂ ചെയ്തിട്ട് പീക്കിലോട്ട് പോകണം. ഒരു കാറും കൊണ്ട് വന്ന് അവനെ പിടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അവനെ പിള്ളേരെടുത്തോളൂ. ഒരു പീക്ക് വന്ന് ലാസ്റ്റ് സോൺ 11 അലൈവൊക്കെ ഒരുത്തനെ സ്പോട്ട് ചെയ്ത് അവനെ ഒന്നും എയിമൊന്നും കയറിയില്ല. SVDച്ച് വെറുതെ ചുമ്മാ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുത്തനെ കിട്ടി അറിയാതെ അവിടെ നിന്നൊരു നോക്കിട്ടവനെ അടിച്ച് അറിയാതെ പോയി. പിന്നെ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ മെഡ് അടിക്കാമെന്ന് വിചാരിച്ച് മെഡ് അടിച്ചിട്ട് അവനെ അടിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴേക്കും അവിടെ അടിച്ചെല്ലാം തീർന്ന് ഫൈനൽ ഫൈറ്റിലോട്ട് പോയി. പിന്നെ ഒരുത്തൻ അവിടെ ഇരുന്ന് കവർ എടുത്തിരിക്കുന്നു. അവനെ അടിച്ച് കിണ്ടായി കളഞ്ഞ്. പിന്നെ വേറെ തങ്ങാണ്ട് ഉണ്ടോ നോക്കിയപ്പോഴേക്കും നമ്മുടെ ടീമേറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ, സ്കോഡിൽ ഞാൻ മാത്രം. പിന്നെ അങ്ങനെ കളി വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെ മൊത്തം സ്പോട്ട് ഇട്ട് ഒരുത്തരും നോക്കാക്കിയിട്ട് അവന്മാർ കളി പിടിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മളെടുത്ത് ചത്ത